bless you, Jesus. ധന്യവാഴ്ത്തി സ്തുതിച്ചിടുന്നു
ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നിങ്ങളേവർക്കും ക്രിസ്തീയ സന്ധ്യാവന്ദനങ്ങൾ. പ്രത്യേകാൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ 19ാമത് നാക്കോവിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങൾ, എനിക്ക് മുൻപ് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ഭൃത്യന്മാർ, ആദരണീയരായ ഓവർസിയേഴ്സ്, നിങ്ങളേവർക്കും, ഒപ്പം മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ക്രിസ്തുവിൽ എൻ്റെ സഹഭടന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാവർക്കും ക്രിസ്തീയ അഭിവാദനങ്ങളെ അർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് അവസരങ്ങളെ നൽകിയതിൽ സന്തോഷിക്കുന്നു. അവസരങ്ങളെ ഒരുക്കിയ കർത്താവിൻ്റെ ദാസന്മാരോട് വിശേഷാൽ കൃതജ്ഞതയും പ്രകാശിപ്പിക്കുന്നു. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന വിഷയത്തെ തിരിച്ചുകൊണ്ട് നാം ഇതിനോടകം ഒന്നിലധികം മുല്ലക്കു സന്ദേശങ്ങൾ കേട്ടു കഴിഞ്ഞു. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇനിയും ധാരാളം സന്ദേശങ്ങൾ ചെറുതും വലുതുമായി നാം കേൾക്കുവാനും പോകുകയാണ്. നമുക്ക് അപരിചിതമായ ഒരു വിഷയമല്ലത്. വളരെ പരിചിതമായ ഈ പ്രത്യേക ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് കൂടെ കൊണ്ടുപോകുവാൻ വേണ്ടി ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഏകാഗ്രമായ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇന്ന് രാത്രിയിൽ ഇടപെടട്ടെ. ദൈവ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. പെന്തക്കോസ്തിന്റെ ശക്തിയെക്കുറിച്ച് നാം പ്രസംഗിച്ചും പ്രസംഗങ്ങൾ കേട്ടും വിലയിരുത്തിയും പോകുന്നവരായിട്ട് തീരുന്നതിന് പകരം അത് ഈ സമ്മേളന ദിവസങ്ങളിൽ പ്രസംഗത്തിന്റെ ഒടുവിലും പാട്ടിന്റെ ഒടുവിലുമായിട്ടൊക്കെ അല്പം ഒന്ന് കുലുങ്ങി, ഒന്ന് അനങ്ങി, ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് അനുഭവിച്ച് സന്തോഷിച്ചും തൃപ്തി പ്രാപിച്ചും പോകുന്നതിന് പകരം കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ ഞായറാഴ്ച നാം ഇവിടെ നിന്നും പോയതിന് ശേഷം നമ്മുടെ പ്രതിദിന ജീവിതത്തിൽ, വീട്ടിലും ഓഫീസിലും സഭയിലും വഴിയിലും ക്യാമ്പസുകളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലുമെല്ലാം ആ പെന്തക്കോസ്തിന്റെ ശക്തി ജീവിത യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആയതിനു വേണ്ടി പ്രാരംഭമായി തന്നെ നമുക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് കർത്തൃ സന്നിധാനത്തിലായിരിക്കാം. സ്തോത്രം. 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്ക് ഏവർക്കും പരിചിതമായി ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം തന്നെയാണ്. മറ്റൊന്ന്, ഇന്നേക്ക് ഏകദേശം 16 വർഷങ്ങൾക്ക് മുൻപ് വ്യക്തിപരമായി ദൈവം എന്നോട് ഇടപെട്ടതായ, ഇതോട് ചേർന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. അത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിന്റെ അവസാനവും 19-ാം വാക്യവുമാണ്. നാം അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അഥവാ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് നിങ്ങൾ ചില സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നു. യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാണ്. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ഇടയ പ്രാർത്ഥനയാണ്. പാസ്റ്ററൽ പ്രയർ ഓഫ് അപ്പോസ്റ്റൽ പോൾ. അവിടെ ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് 15-ാമത്തെ വാക്യം മുതൽക്കാണ്.
പ്രത്യേകിച്ച് 17, 18, 19 വാക്യങ്ങളിൽ ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഉണ്ട്. അതിന്റെ അവസാനത്തിൽ നാം ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് 17 ഇങ്ങനെ വായിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകേണ്ടതിനും. രണ്ടാം ഭാഗം പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് 3 കാര്യങ്ങൾ അറിയണം. 1, അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. 2, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നാം 3-ാം ഭാഗമാണ് എടുക്കുന്നത്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിടത്ത് ഭാവിയെ കുറിച്ച് ആശങ്കയുള്ളവരായും ജിജ്ഞാസയുള്ളവരായും ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് അങ്ങോട്ടാരാഞ്ഞ ശിഷ്യവൃന്ദത്തോട് യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്ത വചനവും കൽപ്പനയും ശാസനയും തർജ്ജനവുമാണ് നാം വായിക്കുന്നത്. ഭാവിയെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞ് അതിനെക്കുറിച്ച് ആരാഞ്ഞ് നടക്കാതെ അതിനേക്കാൾ മുൻപ് ഉണ്ടാകുവാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ അറിയുക. നിങ്ങൾക്ക് ഇസ്രായേലിന്റെ രാജ്യ യഥാസ്ഥാപനമല്ല മുഖ്യ വിഷയം. പ്രത്യുത നിങ്ങൾക്ക് വേണ്ടി എന്റെ പക്കലുള്ള ഒരു സൂക്ഷിപ്പും അത് നിമിത്തം നിങ്ങൾ ചെയ്യേണ്ട ചില കർത്തവ്യങ്ങളുമാണ് പ്രാധാന്യമായിട്ടുള്ളത്. സ്തോത്രം. പൗലോസ് മറുഭാഗത്ത് പ്രാർത്ഥിക്കുന്നത് ഭൗതികമായ വസ്തുതകൾക്ക് വേണ്ടിയല്ല, ഭൗതികമായ ഉയർച്ചകൾക്ക് വേണ്ടിയല്ല, ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടിയല്ല, ഇന്ന് നമുക്കുള്ളതിനോട് കുറച്ചും കൂടെ കൂട്ടുവാൻ വേണ്ടിയല്ല, അതിരുകളുടെ വിസ്താരത്തിന് വേണ്ടിയല്ല. പൗലോസ് പ്രാർത്ഥിച്ചത് നമ്മുടെ അകക്കണ്ണുകൾ ഒന്ന് തുറക്കണം. എന്തിനു വേണ്ടി? സ്തോത്രം. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഭൗതിക നന്മകളെ കാണുവാനും അതിനെ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, പ്രസംഗങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ക്ലെയിം ചെയ്യുവാനും ഒന്നുമല്ല, അവകാശപ്പെടുത്തുവാനും ഒന്നുമല്ല. പ്രത്യുത സ്തോത്രം, ഒരു കാര്യം നിങ്ങൾ അറിയണം. എന്താണ് നിങ്ങൾ അറിയേണ്ടത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ സ്തോത്രം വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയുടെ ഒരു അളവുണ്ട്. പക്ഷെ ആ അളവിനെ കുറിച്ച് പറയുന്നത് അളക്കാനൊക്കാത്ത അളവാണ്, അളവറ്റ വലിപ്പം. അതിനൊരു വലിപ്പമുണ്ട്, അത് തിരിച്ചറിയുവാൻ, അളക്കുവാൻ കഴിയാത്തതാ. അഗോചരമായത്, അപ്രമേയമായത്, സ്തോത്രം, നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായത്, അങ്ങനെയുള്ള ഒരു ദൈവശക്തി. വളരെ പെട്ടെന്ന് ഈ ആമുഖരാത്രിയിൽ, ഈ ആദ്യത്തെ നമ്മുടെ കൂടിവരവിന്റെ സമയത്ത് തന്നെ ഈ വിഷയത്തെ കുറിച്ച് ചില ആമുഖ ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മുൻപോട്ടുള്ള ചിന്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുമെന്നതുകൊണ്ട് ഒരു ആമുഖ ചിന്ത കൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രത്യേക 4 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുണ്ട്. സ്തോത്രം. ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. പെന്തക്കോസ്തിന്റെ ശക്തി എന്നത് ആളത്വമില്ലാത്ത ഒരു ശക്തി, ഒരു സ്വാധീനം, ഒരു കാറ്റ് മാത്രമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഇംപേഴ്സണൽ ഇൻഫ്ലുവൻസ്. ആളത്വമില്ലാത്ത ഒരു ശക്തി അല്ലിത്. പ്രത്യുത സ്തോത്രം, ഇത് ഒരു ആളത്വമാണ്, കേവലം ഒരു ശക്തിയല്ല. ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് നാം പറയുമ്പോഴും ദൈവാത്മാവിനെ പലരും കരുതുന്നത് ഒരു കാറ്റ് പോലെയല്ല. അല്ല, പരിശുദ്ധാത്മാവ് ആളത്വമില്ലാത്ത ഒരു ശക്തിയല്ല. പ്രത്യുത സർവശക്തനായ ഒരു ആളത്വമാണ്, ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് കേവലം ഒരു ശക്തിയായി മാത്രം ഈ ശക്തിയെ കുറിച്ച് നാം ചിന്തിക്കാതെ അതിശക്തനായ, അല്ല സർവശക്തനായ ഒരു ആളത്വമായി, ഒരു വ്യക്തിത്വമായി നാം ഈ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കണം.
നാം ഇതിനോടകം കേട്ട് കഴിഞ്ഞു. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന്. അതിനെക്കുറിച്ച് പല പേരുകൾ തിരുവെഴുത്തിലുണ്ട്. നാം ചിലത് വായിച്ചു കേട്ടു. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത് പവർ ഫ്രം അബവ്, ഉയരത്തിൽ നിന്നും ഉള്ള ശക്തി. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു 3-ാം അധ്യായത്തിൽ the power of resurrection, പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി. മറ്റു പല ഭാഗങ്ങളിലും കാണുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച എഫേസ്യ ലേഖനത്തിൽ നാം കാണുന്നത് അളവറ്റ ദൈവശക്തി എന്നാണ്. അതും ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തി. ഇങ്ങനെ വിവിധമായ പേരുകൾ ഈ ശക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓർക്കണേ, ഇത് ആളത്വമുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവാണത്. എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രി ആവശ്യമായിരിക്കുന്നത് കേവലം ഒരു ശക്തീകരണമല്ല, പ്രത്യുത പരിശുദ്ധാത്മാവെന്ന ആളത്വമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും ആ ബന്ധത്താൽ ഉരുവാകുന്ന അളക്കുവാൻ കഴിയാത്ത ശക്തിയുടെ വ്യാപാരവുമാണ് ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്. ഒന്നും കൂടെ ആവർത്തിക്കട്ടെ, നമുക്ക് കേവലം ഒരു ശക്തിയല്ല വേണ്ടത്, പ്രത്യുത ആ ശക്തിയുടെ ഉറവിടമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി വ്യക്തിപര ബന്ധമാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടത്. ഈ വ്യക്തിപരമായ ബന്ധമില്ലെങ്കിലും ചിലപ്പോൾ ഇത്തിരി ശക്തിയൊക്കെ കണ്ടെന്നും കാണിച്ചെന്നും വരും. അതിനൊന്നും തൃപ്തിപ്പെടരുത്. സ്തോത്രം. കർത്താവദാസൻ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞുവല്ലോ, ഇതിലേതാ ശരി എന്നൊരു പിടുത്തമില്ല. പക്ഷെ ഷിബു തോമസിന്റെ മാതൃചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു അച്ചായനുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ പലയിടത്തും പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷേ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം രക്ഷിക്കപ്പെട്ടിറങ്ങിയപ്പോൾ ഒറ്റ ഒരാള് നടന്നുപോയ ഒരാളിന്റെ മാത്രം 2 പാദങ്ങളുടെ മാത്രം അടയാളം മുമ്പിൽ കാണാമായിരുന്നു. ആ കാലിന്റെ പാദ അടയാളങ്ങളിൽ എന്റെ പാദങ്ങൾ വെച്ച് ഞാൻ ഇങ്ങനെ നടന്ന് 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 കുറെ ദൂരം പോയി. കുറെ ചെന്നപ്പോൾ അതൊരു ജംഗ്ഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല വഴികളുണ്ട്. ഇവിടെ വരെ ഒരൊറ്റ ഒരാളിന്റെ 2 പാദങ്ങളുടെ മാത്രം ചിഹ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതേ അടിവെച്ച് നടന്ന് ഈ പ്രത്യേകമായ ഒരു മുക്കിൽ വന്നപ്പോൾ, ഒരു ജംഗ്ഷനിൽ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളുണ്ട്. ഈ ഉള്ള വഴികളിലൂടെ ഒക്കെ ഒത്തിരി പേര് പോയ പലരുടെയും പാദത്തിന്റെ ചിഹ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൈയും കെട്ടി താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുക. ഞാൻ ഇതുവരെ അനുഗമിച്ച പാദങ്ങൾ ഇതിൽ ഏത് വഴിയെ കൂടെയാ പോയതെന്ന് അറിയാൻ ഒരു പിടുത്തമില്ല. ഞാൻ പലരോടും ചോദിച്ചു, ഇവിടെ നടന്നു വന്നയാള് ഇതിനെതിരെയാ പോയത്, അറിയത്തില്ല. ആകെപ്പാട് കൺഫ്യൂഷനാ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം പക്ഷെ നമുക്കില്ല. കാരണം സ്തോത്രം, ആ നടന്നു വന്ന ഏകനാഥനായ യേശു ഏത് പാതയിലൂടെയാണ് നടന്നുപോയതെന്ന് അവന്റെ പാദത്തിന്റെ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയ ഒരു നല്ല പുസ്തകം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അവൻ നടന്നു കാണിച്ച അതേ മാതൃകയിലൂടെ നാം നടന്നുപോയാൽ ഈ പറയപ്പെട്ട ആശയക്കുഴപ്പത്തിൽ ഞാനും നിങ്ങളും എത്തുകയില്ല. അതുകൊണ്ട് ഈ ദൈവത്തിന്റെയും ആ പരിശുദ്ധാത്മാവിന്റെയും ശക്തിയെ കുറിച്ചും അതിന്റെ നീതിയെ കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകവുമായി നമുക്ക് നല്ല പരിചയം ഉണ്ടാകട്ടെ. ഇതിൽ പരിചയമില്ലാതെ വരുമ്പോഴാണ് ആശയക്കുഴപ്പം ഉണ്ടാകുക. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതിന്റെ ഒരല്പം ചരിത്രം എന്ന് പറയാം. ചെറിയ ഒരു വിവരണം. അതിന് ഞാൻ ചോദ്യം ചോദിച്ചേക്കാം, നിങ്ങളുടെ ശ്രദ്ധയും കൂടെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരം ദൈവം എത്ര ഉത്സവങ്ങൾ കൽപ്പിച്ചാക്കിയിരുന്നു? രണ്ടാമത്തെ ചോദ്യം, ഇസ്രായേൽ വേദപുസ്തക കാലത്ത്
എത്ര ഉത്സവങ്ങൾ ആചരിച്ചിരുന്നു? എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോട് ചോദിച്ച് ഉത്തരം കിട്ടണമെന്ന്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനങ്ങ് പോവുകയാണ്. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് ദൈവം 8 ഉത്സവങ്ങൾ ആചരിച്ച് അവൻ കൽപ്പിച്ച് ആക്കിയിരുന്നു. ചിലരുടെ നെറ്റി ചുളിയാൻ സാധ്യതയുണ്ട്, കാരണം 7 എന്നാണ് നമുക്കറിയാവുന്നത്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ 8 ഉത്സവങ്ങളെ കുറിച്ച് കാണാം. ഒന്നാമത്തെ ഉത്സവം സാപ്താഹികമായ ആചരണമായിരുന്നുവെങ്കിൽ അടുത്ത 7 വാർഷിക ആചാരങ്ങളായിരുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ 8 ഉത്സവങ്ങൾ ദൈവം കൽപ്പിച്ചാക്കി. അതിൽ ആദ്യത്തെ ഉത്സവം വീക്ക്ലി ആഴ്ച തോറും ആചരിക്കേണ്ട ശബത്താചരണമാണ്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 വേഴ്സസ് 1-3 ഈ 3 വാക്യങ്ങളിൽ ആ കാര്യം വ്യക്തമാക്കുന്നു. എന്നാൽ 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് 7 ഉത്സവങ്ങൾ. അത് ആനുവൽ സെലിബ്രേഷൻസ് ആയിട്ടാണ്, വാർഷികമായ ആചരണമായിട്ടാണ്. ഇങ്ങനെ 7 1 8. കൂടാതെ വേദപുസ്തക കാലത്ത് ഈ 8 കൂടാതെ 2 ഉത്സവങ്ങൾ കൂടെ അവർ ആചരിച്ചിരുന്നു. അങ്ങനെ മൊത്തം 10. ഈ 7 1 8 കൂടാതെ എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു പൂരീം എന്നതും, പിന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പ്രതിഷ്ഠോത്സവം അഥവാ ദ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ, ദ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ്. ഇങ്ങനെ വേദപുസ്തക കാലത്ത് 10 ഉത്സവങ്ങൾ ആചരിച്ചിരുന്നു. മോശ മുഖാന്തരം 8 ഉത്സവങ്ങൾ കൽപ്പിച്ചാക്കി. 1 ആഴ്ചതോറും ആചരിക്കേണ്ടതും ബാക്കി 7 വാർഷികമായി ചെയ്യേണ്ടതും. വാർഷികമായി ആചരിക്കേണ്ടിയിരുന്ന 7 ഉത്സവങ്ങൾ 3 ഉത്സവ കാലങ്ങളിലായിട്ടായിരുന്നു ആചരിക്കേണ്ടതെന്ന്. 3 festivals to be celebrated in 3 festival seasons. 3 കാലങ്ങളിലായിട്ട്. സ്തോത്രം. 3 കാലങ്ങളിലായിട്ട്. അതിൽ ആദ്യത്തെ ഏതാണ്ട് എല്ലാ ഉത്സവങ്ങൾക്കും തന്നെ പ്രാവചനികമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ചില സൂചനകളുണ്ട്. നമുക്കറിയാം, ഒന്നാമത്തെ ഉത്സവം പെസഹയാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമ പ്രായശ്ചിത്ത യാഗത്തെ വെളിവാക്കുന്നു. അതോട് ചേർന്നുള്ള ഉത്സവമായിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആ ഒരു പെരുന്നാൾ, അത് നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തെയും അതുനിമിത്തം ദൈവത്തോട് നാം പുലർത്തേണ്ട ആത്മീയ കൂട്ടായ്മയും കുറിക്കുന്നതായി നാം ലേഖനത്തിൽ പൗലോസിന്റെ വാക്കുകളിൽ കാണുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന ജീവിതത്തിലെ പുളിപ്പെല്ലാം മാറ്റണം എന്ന് പൗലോസ് പറയുന്നു. മൂന്നാമത്തെ ഉത്സവമാണ് ഇതിനിടയിലുള്ളത്, ആദ്യ ഫലക്കറ്റയുടെ ഉത്സവം. അത് ശവത്തിന്റെ പിറ്റേന്നാൾ വേണമെന്നാണ് നാം ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാമത്തെ ഉത്സവമായിരുന്നു, സ്തോത്രം, ഈ വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. പിന്നീട് നാം കാണുന്നതാണ് കാഹള നാമത്തിന്റെയും പിന്നീട് മഹാപാപ പരിഹാര യാഗത്തിന്റെയും ഒടുവിലായി കൂടാര പെരുന്നാൾ അല്ലെങ്കിൽ കായികനി പെരുന്നാൾ എന്നുള്ളതും. അതിൽ പെസഹ കൂടാതെ രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, മൂന്നാമത്തേത് ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാള്, 4 വാരോത്സവം അഥവാ പെന്തക്കോസ്ത്. ഈ 4 ചരിത്രത്തിൽ അതിന്റെ നിവർത്തി പ്രാപിച്ചു കഴിഞ്ഞു. എന്നാൽ ബാക്കിയുള്ളത് ഇനിയും കാത്തിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ഒന്നിടയ്ക്ക് കയറി പറഞ്ഞു കൊള്ളട്ടെ. ഇന്ന് പെന്തക്കോസ്തിന്റെ ആവർത്തനം ദൈവസഭയിൽ ഉണ്ടാകണമെന്ന് നമ്മിൽ പലരും കാത്തിരിക്കുന്നു, ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. വ്യക്തിപരമായ വ്യക്തിപരമായ ഒരു പെന്തക്കോസ്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാനത് പറഞ്ഞു കൊള്ളട്ടെ, ആരും ശങ്കിക്കരുതേ. ഒരു പെന്തക്കോസ്തിന്റെ ദൈവസഭയ്ക്കകത്ത് ഒരു പെന്തക്കോസ്തിന്റെ ആവർത്തനത്തെക്കാൾ ഞാൻ ഇന്ന് കാത്തിരിക്കുന്നത്, സ്തോത്രം, 5-ാമത്തെ പെരുന്നാളിന്റെ നിവർത്തിക്ക് വേണ്ടിയാണ്. അതാണ് കാഹള നാദത്തിന്റെ പെരുന്നാൾ. Praise the Lord. സ്തോത്രം. യേശുക്രിസ്തു പെസഹ കുഞ്ഞാടായി അറുക്കപ്പെട്ടു.
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുണ്ടായി. അത് നിമിത്തം നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കണം. ആദ്യ ഫലക്കച്ചയുടെ പെരുന്നാൾ പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യജാതനായി ശവത്തിന്റെ പിറ്റേന്നാൾ ഉയർത്തെഴുന്നേറ്റു. ഇസ്രായേൽ ജനത്തിന് ആദ്യ ഫലക്കറ്റ ഒരു വലിയ പ്രതീക്ഷയാണ്. അവരുടെ വിളവ്, അവരുടെ കൃഷി വിളഞ്ഞു കഴിയുമ്പോൾ അതിൽ നല്ലത് നോക്കി ആദ്യത്തെ ചില കറ്റകൾ കൊയ്ത് ദൈവസന്നിധിയിൽ കൊണ്ട് യാഗമർപ്പിക്കും, അല്ലെങ്കിൽ കാഴ്ചവെക്കും. അതിൽ നിന്നും ഒരു പ്രതീക്ഷയാണ് ഒരു വലിയ കൊയ്ത്ത് പിന്നാലെ വരുന്നുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയരെ, എന്റെയും നിങ്ങളുടെയും ആത്മനാഥനായ യേശു ശവത്തിന്റെ പിറ്റേന്നാളിൽ അവൻ മരണത്തിന്റെ പാശങ്ങളെ അറുത്തുകൊണ്ട് ആദ്യഫലമായി മരിച്ചവർക്കിടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു വലിയ പ്രത്യാശ അവൻ നൽകി തന്നിട്ടുണ്ട്. ആദ്യഫലമായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇതാ പുറകെ വരുന്ന വിശുദ്ധന്മാരുടെ ഉയർത്തുന്ന ഒരു വലിയ ഉയർപ്പ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരേ, നമ്മുടെ കർത്താവായ യേശു മരണത്തിന്റെ പാശങ്ങളെ അറുത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. പത്രോസിന്റെ ആദ്യത്തെ പെന്തക്കോസ്ത് പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 2:23-24 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ ദൈവം മരണത്തിന്റെ പാശങ്ങൾ അഥവാ കയറുകൾ അറുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് 24-ാം വാക്യം, സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വാലല്ല തലയാക്കുമെന്നൊക്കെയുള്ള വാക്യങ്ങൾ മനപ്പാഠമാക്കിക്കൊണ്ട് നടക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെയുള്ള കുറെ വാക്യങ്ങൾ മനപ്പാടാക്കി വെച്ചാൽ നല്ലതായിരുന്നു. 24-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, സ്തോത്രം, മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ഹാബേൽ മുതലുള്ള അനേകം വർഗത്തെ വിഴുങ്ങിയ മരണം ആദാമ്യ വർഗത്തിൽ പിറന്നവനാണെന്നുള്ള ചിന്തയിൽ യേശുവിനെയും വിഴുങ്ങുക 3 ദിവസം വായിൽ കൊണ്ടു നടന്നു. എന്നാൽ സ്തോത്രം, അവൻ ഹിന്ദിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗലാനഹ്യുത്ര 2-3 ദിവസം കൊണ്ടു നടന്നു. പക്ഷേ കണ്ഠത്തിന് അന്നനാളത്തിലേക്ക് യേശുവിനെ വിഴുങ്ങുവാൻ കഴിഞ്ഞില്ല. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. പഞ്ചശക്തികളെ ജയിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് കാവൽ നിന്ന അവൻ എക്കാലത്തെയും ശക്തരായ റോമൻ പട്ടാളത്തിന്റെ മിലിറ്ററി പവറിനെ, പട്ടാള ശക്തിയെ, ആ ആദം മുതൽ അല്ലെങ്കിൽ ഹാബേൽ മുതലുള്ള മാനവകുലത്തെ മുഴുവനും തന്റെ പിടിയിൽ ഒതുക്കിയ പ്രാകൃതിക ശക്തിയായ, നൈസർഗിക ശക്തിയായ, നാച്ചുറൽ പവറായ മരണത്തെ, പാപം നിമിത്തം മരണത്തിന്റെ മേൽ അധികാരം ലഭിച്ചിരുന്ന പൈശാചിക ശക്തികളെ, 4 യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ഏറ്റവും മുൻകൈയെടുത്ത യഹൂദ മതത്തിന്റെ റിലീജിയസ് മത മേധാവിത്വ ശക്തികളെ, 5 ഇതെല്ലാം കഴിഞ്ഞിട്ട് നാണക്കേടങ്ങ് ഒഴിവാക്കിയേക്കാമെന്ന് കരുതി കല്ലറ, കല്ലിനകത്ത് അല്ലെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ അറയ്ക്കകത്ത് വെച്ച് വലിയ കല്ലുകൊണ്ടുള്ള അടപ്പ് വാതിലും ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ഒരു രാഷ്ട്രീയമായ മുദ്രയും പതിപ്പിച്ചു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇമ്പീരിയൽ മുദ്ര എന്ന് പറയുന്ന റോമൻ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ശക്തികളെ, ഇങ്ങനെ മതശക്തികളെയും പട്ടാള ശക്തികളെയും പൈശാചിക ശക്തികളെയും പ്രാകൃതിക ശക്തികളെയും രാഷ്ട്രീയ ശക്തികളെയും ഒരുപോലെ വെന്ന് അവയെ മുഴുവനും കാൽക്കീഴിലാക്കിക്കൊണ്ട് മരണത്തിന്റെ പാശങ്ങളെ ഉയർത്ത് എഴുന്നേറ്റ യേശു എനിക്കും നിങ്ങൾക്കും ഒരു വലിയ പ്രത്യാശയാണ് നൽകിയിരിക്കുന്നത്. ഒരു വലിയ ഉയർപ്പ് വരുന്നു. മരിച്ചവർ അക്ഷയരായി ഉയർത്തുന്ന വിശുദ്ധന്മാർ മരിച്ചവർക്കിടയിൽ നിന്നും അക്ഷയതയോടെ ഉയർത്തുന്ന ഒരു ദിവസം വരുന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ 50 ദിവസം എണ്ണമായിരുന്നു. അതുകൊണ്ട് വാരോത്സവം എന്ന 4ാമത്തെ ഉത്സവം പെന്തക്കോസ്തിന് പേര് വന്നത്. സ്തോത്രം. വാരോത്സവം, ആഴ്ചകളുടെ 7 ആഴ്ചകൾ, 49 ദിവസം കഴിഞ്ഞ് 50ാമത്തെ ദിവസം വീണ്ടും അവർക്കൊരു ഉത്സവമായിരുന്നു. സ്തോത്രം. അത് ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനെയും അവർക്ക് ലഭിച്ച ആദ്യത്തെ ആ പുതിയ വിളവ് കൊണ്ടുള്ള ഭോജനയാഗവും കഴിക്കേണ്ടതാ. ദിവ്യപുസ്തകം 23
വായിച്ചാൽ മതി. അവിടെ കാണുന്നുണ്ട്, ആദ്യത്തെ ഉത്സവത്തിന് പുളിപ്പില്ലാത്ത അപ്പമായിരുന്നുവെങ്കിൽ വാരോത്സവം പെന്തക്കോസ്തിന് അവർ കഴിക്കേണ്ടിയിരുന്ന ഭോജനയാഗം പുളിച്ച മാവോടുകൂടെയായിരുന്നു. അതുകൊണ്ട് ചില ചിന്തന്മാർ പറയുന്നത് യഹൂദന്മാരെയും പുളിച്ചവരായ ജാതികളെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പണിതു വരുന്ന ദൈവസഭയുടെ പ്രതീകമാണതെന്ന. സ്തോത്രം. ജാതികളെയും യഹൂദനെയും കൂടെ ഒരുമിച്ച് ചേർന്ന് പണിതു വരുന്ന ദൈവസഭയുടെ പ്രതീകമായിരുന്നു അത്. 12-ാം നൂറ്റാണ്ടോടുകൂടെ ചില യഹൂദ പാരമ്പര്യം ഇങ്ങനെയുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്നും പെസഹായുടെ ചോരത്തളി ആചരിച്ച് പുറപ്പെട്ട ഇസ്രായേൽ ജനം സീനായിൽ വന്നിട്ട് മോശ മുഖാന്തരം ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണം ഏറ്റുവാങ്ങിയ ഉത്സവത്തിന്റെ ഒരു സ്മരണം ആയിരുന്നു, ഒരു ഓർമ്മയായിരുന്നു, ഒരു ഓർമ്മ പെരുന്നാളായിരുന്നു എന്ന്. അതേക്കുറിച്ച് ചിലരിങ്ങനെയാ പറയുന്നത്, അന്ന് മോശ മുഖാന്തരം ന്യായപ്രമാണം യഹൂദന്മാർക്ക് ഇസ്രായേലിന് കൈമാറിയ അന്ന് നമുക്കറിയാം, പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്ന മോശ അതെല്ലാം എറിഞ്ഞുടച്ചിട്ട് 3000 പേര് അന്ന് ചത്തു വീഴുവാനിടയായി. എന്നാൽ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പുതിയ നിയമത്തിൽ ആചരിക്കുന്ന പെന്തക്കോസ്ത് പെരുന്നാളിന്റെ അന്ന് മോശ മുഖാന്തരം ദൈവം കൈമാറിയ കൽപ്പലകയിലെ കൽപ്പലകളെക്കാൾ അതിൽ നിന്നും വ്യത്യസ്തമായി ആത്മാവിന്റെ പ്രമാണവും ആത്മാവിന്റെ ദാനവും ദൈവം പുതിയ നിയമസഭയ്ക്ക് നൽകിയപ്പോൾ പഴയ നിയമത്തിൽ 3000 പേർ അന്ന് ചത്തതിന് പകരം ഇവിടെ 3000 പേര് അന്ന് മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് വരികയായിരുന്നു. Praise the Lord. Hallelujah. ആ പെന്തക്കോസ്ത് നാം മുമ്പേ കേട്ടതുപോലെ അന്നത്തേക്ക് മാത്രമായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ സഭ ഭൂമിയിലുള്ള കാലത്തോളം ഈ പെന്തക്കോസ്തിന്റെ അനുഭവമുണ്ട്. ഈ പെന്തക്കോസ്തിന്റെ ശക്തി എന്താണ്, അതിന്റെ സാധുതകൾ, അതിന്റെ വാലിഡിറ്റി ഒരു സംവത്സരത്തേക്കോ പെന്തക്കോസ്ത് നാളിലേക്കോ അപ്പോസ്തോലിക കാലഘട്ടത്തിലേക്കോ മാത്രമായിരുന്നില്ല. ദൈവസഭ എന്നുവരെ ഭൂമിയിൽ കാണുമോ അന്നുവരെയും സ്തോത്രം, അന്നുവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരത്തിന് സാധ്യതയുണ്ട്, വാലിഡിറ്റിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവശക്തിയുടെ സാധ്യതകൾ എന്തെല്ലാമാണ്? ധാരാളമുണ്ട്. ആ ശക്തിയുടെ എങ്ങനെയാണ് ആ ശക്തിയൊന്ന് അളക്കുന്നത്? നാം പലപ്പോഴും പറയും, യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു, മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചു. ആ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അങ്ങനെയെങ്കിൽ നമുക്കും മരിച്ചവരെ ഉയർപ്പിക്കാം, ആയിക്കൊള്ളട്ടെ. എന്നാൽ ഓർക്കണേ, കേവലം ശബ്ദത്തിന്റെ മുൻപിലും സ്പർശനത്തിന്റെ മുൻപിലും മാത്രം വ്യാപരിക്കുന്ന ശക്തിയല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി. യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ നിന്നും പൊങ്ങി നിന്ന ഒരു നൂൽ കഷണത്തിലൂടെ പോലും സ്തോത്രം ആ ശക്തി വ്യാപരിച്ചെങ്കിൽ, യേശുവിനെ അനുഗമിച്ച് അപ്പോസ്തലന്മാരുടെ ആളത്വമില്ലാത്ത നിഴല് പോലും തട്ടി ആ ശക്തിയുടെ വ്യാപാരം ഉണ്ടായെങ്കിൽ, ആമീൻ, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാര് പാർത്ത പട്ടണങ്ങളിൽ, അവർ പോയ സ്ഥലങ്ങളിൽ അവർ നേരിട്ട് ബന്ധപ്പെടാതെ തന്നെ ആ ശക്തിയുടെ സ്വാധീനം വളരെ വലുതായിരുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം ഇപ്രകാരം നമ്മുടെ വസ്ത്രത്തിൽ കൂടെ പോലും, നമ്മുടെ നിഴലുകളിൽ കൂടെ പോലും, നമ്മുടെ സാന്നിധ്യത്തിൽ കൂടെ പോലും, നമ്മുടെ ദൃഷ്ടിയിൽ കൂടെ പോലും, ശബ്ദത്തിൽ കൂടെ പോലും വ്യാപരിക്കേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള ഒരുക്കത്തിന് വേണ്ടി നാം തയ്യാറായാൽ നന്നായിരുന്നു. നമ്മിൽ ആരെങ്കിലും നമ്മിൽ നിന്നും ശക്തി പുറപ്പെട്ടെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ശക്തി പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ആവർത്തിക്കുന്നു. യേശു കർത്താവ് പോയ വഴി വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ട് സൗഖ്യം പ്രാപിച്ച സ്ത്രീ വലിയ തിരക്കിനിടയിലും ആരാ എന്നെ തൊട്ടതെന്നൊക്കെ ചോദിച്ച് നിന്ന യേശുവിനോട് ബുദ്ധിപദേശത്തിന് വന്ന പത്രോസിനോട് പറ്റി കർത്താവ് പറഞ്ഞത് എന്താണ്? എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. നമ്മിൽ നിന്നും ശക്തി പുറപ്പെടുന്നത് തിരിച്ചറിയത്തക്കവണ്ണം, സ്തോത്രം,
നമ്മിൽ നിന്നും ശക്തി പുറപ്പെടുന്നത് നാം വ്യക്തമായി വിവേചിച്ചറിയത്തക്കവണ്ണം ദൈവശക്തിയുടെ ഒരു വലിയ അളവിനാൽ ഈ നാളുകളിൽ ഞാൻ നിങ്ങളും അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. Praise the Lord. സ്തോത്രം. അതിന്റെ രണ്ട് അളവുകളൊന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്തിയേക്കാം. ഒരളവ് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലുണ്ട്. ഏതാണ്ട് 4 അടി പൊക്കമുള്ള, കണ്ണ് പഴുത്ത ഉന്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പ്രസംഗം കേട്ടാൽ ആൾക്കാർ ഉറങ്ങി താഴെ വീണ് ചത്തുപോകുന്ന തരം ചാതുര്യമില്ലാത്ത പ്രസംഗകൻ. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ഉറങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ചിലർക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. എന്നാലും ആരും വീണിട്ടുമില്ല, ചത്തിട്ടുമില്ല. പക്ഷെ ഈ ആള് പ്രസംഗിച്ചത് കേട്ടോ ഉറങ്ങുകയും ചെയ്തു, വീണ് ശ്വാസം പോയി. പിന്നെ അദ്ദേഹം ആയതുകൊണ്ട് ശക്തി ആളെ എഴുന്നേൽപ്പിച്ച് പിന്നെ ഇരുത്തിയത് യോഗം തുടങ്ങിയില്ല. അപ്പോൾ വാക്ചാതുര്യമില്ലാത്ത 4 അടി പൊക്കക്കാരനായ കണ്ണു പഴുത്തൊഴുകുന്ന ഒരു മനുഷ്യൻ, തന്റെ കാലിന്റെ ഒന്നും അസ്ഥികൾക്ക് ബലമില്ലാതെ വില്ലുപോലെ കാല് വളഞ്ഞു പോകുമായിരുന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത്. നിങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു കൊച്ചു മനുഷ്യൻ പുരാതന ലോക സത്താത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ആകാശത്ത് നിന്നും അറന്നു വീണ മ്ലേച്ഛവിഗ്രഹമായ അർത്തമീസിന്റെ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ആഭിചാര ശക്തികളുടെ അഭിസാരികളുടെ ശതക്കണക്കിന് ആൾക്കാർ പാർക്കുന്ന ആ എഫെസോസ് പട്ടണത്തിൽ ഈ കൊച്ചു മനുഷ്യൻ, ഈ ദുർബലനായ മനുഷ്യൻ, നല്ലപോലെ കാഴ്ചവിവക്ഷയില്ലാത്ത, സംസാരശേഷിയില്ലാത്ത ഈ മനുഷ്യൻ അവിടെ കടന്നു ചെന്നു. ഇന്നൊക്കെ നമ്മിൽ പലരും ചെയ്യുന്നത് പോലെ പ്രയർ വോക്ക് നടത്തിയിട്ടില്ല. അവിടെ പോയി പൗലോസ് പ്രാർത്ഥിച്ച് പട്ടണത്തിനും അമ്പലത്തിനും ചുറ്റും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. സ്തോത്രം. അവിടെ പ്രത്യേകിച്ച് ഉപവസിച്ചതായിട്ടൊന്നും രേഖയില്ല. എങ്കിലും ഈ കൊച്ചു മനുഷ്യൻ പട്ടണത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി ആൾക്കാരോട് സുവിശേഷം പറഞ്ഞതേ ഉള്ളൂ. സംഭവിച്ചത് നമുക്കറിയാം. സ്തോത്രം. അവിടെയുള്ള അർത്തമീസ് മഹാദേവിയുടെ മഹത്വം പോകത്തക്കവണ്ണം ഈ കൊച്ചു മനുഷ്യനിൽ വ്യാപരിച്ച ശക്തിയുടെ വ്യാപാരം ആ പട്ടണത്തിലുണ്ടായെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അമേരിക്കയോ ഇന്ത്യയോ മറ്റേത് രാഷ്ട്രവുമാകട്ടെ, പാപമോ മ്ലേച്ഛതയോ പൈശാചിക ശക്തികളോ കൊടികുത്തി വാഴുന്ന ഇടങ്ങളിലും ഞാനും നിങ്ങളും ഒരു കൂട്ടമായി പോലും വേണമെന്നില്ല, ഒറ്റയ്ക്ക് ഈ ശക്തിയാൽ നിറയപ്പെട്ടവരായി ചെല്ലുന്നുവെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ അളവറ്റ ഒരു വ്യാപാരം അവിടെ ഉണ്ടായിട്ട് ഒരു വലിയ ഉദ്ധാരണം അവിടെ നടക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടി നാം ഈ നാടുകളിൽ നിന്ന് ഒരുങ്ങണം. കേവലം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രസംഗകന്റെ ശബ്ദമുയരുമ്പോൾ ഉളവാകുന്ന കേവലം ഒരു കയ്യടിയും കുലുക്കവുമായി ഇത് മാറാതെ നാം ഒറ്റയ്ക്ക്, കൂട്ടമായിട്ടല്ല, ഒറ്റയ്ക്ക് പുറത്തിറങ്ങി ജീവിക്കുന്ന സാധാരണ നമ്മുടെ ദിനചര്യയിലും നമ്മളിലൂടെ ഈ ശക്തി വ്യാപരിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിതമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. Praise the Lord. ആ ശക്തിയുടെ മറ്റൊരു വലിപ്പത്തെ കുറിച്ചാണ് പൗലോസ് എഫേസ്യർ 1:18-19 പറഞ്ഞത്. സ്തോത്രം. നാം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഈ അളവറ്റ വലിപ്പത്തെ പിന്നെ എങ്ങനെ അളക്കാൻ പറ്റുക? അതിന് പൗലോസ് തരുന്ന ഒരു അളവുകോൽ തുറന്ന കല്ലറയാണ്. അളവറ്റ ദൈവശക്തിയുടെ അളവിനെ അളക്കുവാൻ പൗലോസ് തരുന്ന അളവുകോൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുവിന്റെ ഉയർപ്പിന് ഒരു വിശേഷതയുണ്ട്. സ്തോത്രം. വേദപുസ്തകത്തിൽ 8 പേരെ ഉയർത്തിട്ടുണ്ട്, പക്ഷേ ദ്രവത്വത്തിലേക്കാണ്. റിസറക്ഷൻ അൻടു മോർട്ടാലിറ്റി. 8 പേരുണ്ട് ദ്രവത്വത്തിലേക്ക് ഉയർത്തവർ. എന്നാൽ അങ്ങനെയുള്ള ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പായിരുന്നില്ല യേശുവിൻ്റെത്. യേശു ക്രിസ്തുവിന്റെ അടച്ചു വെച്ചിരുന്ന ആ കല്ലറയ്ക്കകത്തിരുന്ന ആ ശവത്തിന്റെ മേൽ, ആ
ശരീരത്തിന്റെ മേൽ ഈ ദേശത്തിൽ വ്യാപരിച്ചപ്പോൾ, ഒന്ന്, ആ ശരീരം ഉയർത്തു. രണ്ട്, ആ ശരീരം രൂപാന്തരപ്പെട്ടു. മൂന്ന്, ആ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നാല്, സകലത്തിനും മീതെ ആ ആഴത്വം ഇരുത്തപ്പെട്ടു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് പൗലോസ് പറയുകയാണ്. പ്രിയരെ, അത് നമ്മെയും ഉയർപ്പിച്ച് സ്തോത്രം സ്വർഗ മഹിമകളിലേക്ക് അവൻ കൊണ്ടുപോകുവാൻ പര്യാപ്തമായ ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആ ശക്തി, ഇതേക്കുറിച്ചൊക്കെ തിരുവെഴുത്തിൽ നിന്ന് ഇത്രയൊക്കെ ചിന്തിച്ചു. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് ഇത് നമ്മുടെ ഇടയിലില്ല? പരിശുദ്ധാത്മാവിന് പ്രായമായോ? പരിശുദ്ധാത്മാവിനെ രോഗം ബാധിച്ചോ? പരിശുദ്ധാത്മാവിനെ മറ്റു വല്ല ശക്തികളും തടഞ്ഞു വെച്ചിരിക്കുകയാണോ? അയ്യോ, അല്ല. പരിശുദ്ധാത്മാവ് ജരാനരകൾ ബാധിക്കാത്ത നിത്യനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിന് സ്തോത്രം ഒരു കുറവും ഭവിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ട് ഇന്നത്തെ സഭയിൽ ഇതൊന്നും നടക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്ന് ഇതൊന്നും നടന്ന് നാം കാണുന്നില്ല? സ്തോത്രം. അതിന് പരിശുദ്ധാത്മാവിനല്ല കുഴപ്പം, മറിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ട നമുക്ക് കുഴപ്പം. ഞാൻ ആവർത്തിക്കുന്നു, ഇതുവരെ നമുക്ക് സന്തോഷമായിരുന്നു, ആത്മാവ് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇത് പറയുമ്പോൾ നമുക്ക് അല്പം പ്രയാസമാണ്. പരിശുദ്ധാത്മാവിനല്ല കുഴപ്പം, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ചാലകങ്ങളായി തീരേണ്ട നമുക്കാണ് പ്രശ്നം. സ്തോത്രം, നമുക്കാണ് പ്രശ്നം. എന്നാൽ ഈ ദിവസങ്ങളിലെ യോഗങ്ങളിലൂടെ നാം ഈ ദൈവാത്മാവിന് പ്രവർത്തിപ്പാൻ കഴിയുന്ന ചാലകങ്ങളായി മാറുമെങ്കിൽ, നമ്മെ തന്നെ നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ആ നൂറ്റാണ്ടിൽ വ്യാപരിച്ചതുപോലെ ഇന്നും നമ്മളിലൂടെ വ്യാപരിപ്പാൻ, നമ്മുടെ ദേശത്ത് വ്യാപരിപ്പാൻ ഈ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. നാം നമ്മെ സമർപ്പിക്കുമോ? നാം നമ്മെ ഏൽപ്പിക്കുമോ? നമുക്ക് അല്പനേരം എഴുന്നേറ്റ് നിൽക്കാം. Shall we all stand up before God's presence? Praise the Lord. സ്തോത്രം. എന്തുകൊണ്ടാണ് സ്തോത്രം നമുക്ക് ഇന്ന് ഈ ശക്തി അനുഭവിപ്പാൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിലൂടെ ഇത് വ്യാപരിക്കാതിരിക്കുന്നത്? സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയരെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ വ്യാപരിക്കണമെങ്കിൽ സ്തോത്രം നാം വിശുദ്ധന്മാരായിരിക്കണം. ഇന്നത്തെ പ്രശ്നം എന്താ? അനുസരണമില്ലാത്ത ആരാധനയും വില കൊടുക്കാത്ത യാഗാർപ്പണങ്ങളും, സ്തോത്രം, വിശുദ്ധിയില്ലാത്ത ശക്തിയും വേർപാടില്ലാത്ത വിശുദ്ധിയും, ഇതൊക്കെ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, ഞാൻ എന്റെ ജീവിതം, ഞാൻ എന്ന പാത്രം വിശുദ്ധമായി തീരട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു ദൈവശക്തി നാം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ പാത്രത്തെ നമ്മെ തന്നെ ശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, സ്തോത്രം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നിലുള്ള അശുദ്ധികൾ നമ്മുടെ ആചരണങ്ങളിലല്ല, നമ്മുടെ സ്വഭാവത്തിൽ വിശുദ്ധി ഉണ്ടാകട്ടെ. സ്തോത്രം. Not in our conduct, but in our character. നമ്മുടെ പെരുമാറ്റത്തിലെ വിശുദ്ധിയേക്കാൾ നമ്മുടെ സ്വഭാവത്തിലുള്ള വിശുദ്ധിക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നത്. ഇന്ന് മുതൽ അതിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു സമർപ്പണത്തിലേക്ക് എത്തിച്ചേരാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ഒരു പാട്ടുപാടി നാം ഒരുമിച്ച് സന്തോഷിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തെ അവൻ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിലേക്ക് നോക്കാം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിപ്പാൻ തടസ്സമായി എന്റെ ജീവിതത്തിലുള്ള അശുദ്ധികളെ, എന്നിലുള്ള പോരായ്മകളെ, എന്നിലുള്ള പാലപ്പുഴകളെ ഞാൻ തിരുമുമ്പാകെ സമ്മതിക്കുന്നു, ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നു, എന്നെ തന്നെ വിശുദ്ധീകരണത്തിനായി ഏൽപ്പിക്കുന്നുവെന്ന് നമുക്ക് നമ്മെ സമർപ്പിക്കുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ സ്തോത്രം, ആ ഒരു സമർപ്പണത്തിലേക്ക് നാം വരുമെങ്കിൽ സമർപ്പണത്തിന്റെ ഭാഗമായി നമ്മുടെ കരങ്ങൾ ഉയർത്തുകയോ